ഇന്ന് ദാനങ്ങളുടെ മേഖല വളർന്ന് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നാർക്കും പരിചയമില്ല രക്തം ദാനം ചെയ്യുക എന്നുള്ളത്. ഇന്ന് ബ്ലഡ് ബാങ്കുകൾ എത്രയാണ്, രക്തം ദാനം ചെയ്യുവാനുള്ള സംവിധാനങ്ങൾ ലോകത്ത് ഇന്നുണ്ട്. അതേപോലെ തന്നെ ചില്ലറ കാരണങ്ങളാൽ കാഴ്ചശക്തി നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് നേത്രപടലം മാറ്റിവെക്കുന്ന വിധത്തിലുള്ള കോർണിയ ദാനം ചെയ്യുന്ന ആ വിധത്തിലുള്ള പ്രവർത്തനങ്ങളുണ്ട്. മജ്ജദാനം ചെയ്യുന്ന ആളുകൾ, അതേപോലെ തന്നെ ലിവർ ദാനം ചെയ്യുന്ന ആളുകൾ, അതേപോലെ തന്നെ കിഡ്നി ദാനം ചെയ്യുന്ന മേഖല, ആ വിധത്തിലുള്ള ഒട്ടേറെ കാര്യങ്ങൾ, അവയവദാനങ്ങൾ എല്ലാം ദാനങ്ങളെ കുറിച്ചാണ്. ഇന്ന് ദാനത്തിൻ്റെതായ മേഖലകൾ വളർന്ന് വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ പട്ടിക നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആ മേഖലയിൽ കാണുന്ന മാഫിയകളുടെയും അഴിഞ്ഞാട്ടത്തെക്കുറിച്ചല്ല ഞാനിവിടെ പറയുന്നത്. അവയവങ്ങൾ മനുഷ്യ ശരീരത്തിൽ നിന്ന് കൊത്തിമുറിച്ചെടുക്കുവാനും അപകടങ്ങൾ നടന്നിടത്ത് പാഞ്ഞെത്തിക്കൊണ്ട് ഡെഡ് ബോഡികൾ മോഷ്ടിച്ചെടുത്തു കൊണ്ടുപോയി ക്ലിനിക്കുകളിൽ വെച്ച് കിഡ്നിയും ലിവറും ഒക്കെ മോഷ്ടിച്ചെടുക്കുകയും നേത്രപടലങ്ങൾ ഊരിയെടുക്കുകയും ഒക്കെ ചെയ്യുന്ന അത്തരത്തിലുള്ള അവയവ മാഫിയകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. മറിച്ച് തുടക്കത്തിലേ പറഞ്ഞ ഏതൊക്കെല്ലാം വിധത്തിൽ മനുഷ്യർക്ക് ദാനം ചെയ്യാം, ഏതൊക്കെ അളവിൽ ദാനം ചെയ്യാം, ഇസ്ലാം അതിന് നിശ്ചയിച്ചിട്ടുള്ള പരിധികൾ എത്ര, ഇസ്ലാം അതിന് നിശ്ചയിച്ചിട്ടുള്ള നിബന്ധനകൾ എന്തൊക്കെ, ഏതൊക്കെ ഘട്ടങ്ങളിലാണ് അതൊക്കെ അനുവദിക്കപ്പെടുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള അഗാധമായ കൂലങ്കഷമായ ചർച്ചകൾ ആഗോളാടിസ്ഥാനത്തിൽ ഫിഖ് കൗൺസിലുകൾ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അവയുടെയൊക്കെ നിയമങ്ങളുടെയും ഷർത്തുകളുടെയും മര്യാദകളുടെയും വെളിച്ചത്തിൽ അതൊക്കെ ഇന്ന് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. ഏതെല്ലാം വിധത്തിൽ എത്ര അളവിൽ അതൊക്കെ ഇന്ന് ധർമ്മം ചെയ്യാം, ദാനം ചെയ്യാം എന്നുള്ളതിൽ ലോക പണ്ഡിതന്മാർ ഇന്നും ഗവേഷണങ്ങളിലാണ്. ആ ഗവേഷണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അവയിലൊക്കെ പണ്ഡിതന്മാരാണ് അവസാന വിധികൾ, പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ അവർ തീരുമാനങ്ങൾ കൽപ്പിക്കേണ്ടത്. എന്തായിരുന്നാലും സഹോദരങ്ങളെ, കാരുണ്യത്തിന്റെയും അതേപോലെ തന്നെ ആർദ്രതയുടെയും ദാനങ്ങളുടെയും ഒക്കെ മേഖലകൾ ഇന്ന് വളർന്ന് വികസിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചിരുന്നില്ലേ, ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷപ്പെടുത്തുവാൻ ഇസ്ലാം അനുവദിച്ച പരിധികളിൽ ഒതുങ്ങി നിന്നുകൊണ്ട്, ഹലാലായ ശർഈയായ നിയമങ്ങളുടെ ഉള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ സാധിച്ചാലും അതൊരു മനുഷ്യ ജീവനെ രക്ഷപ്പെടുത്തലല്ലേ. ഒരു മനുഷ്യ ജീവനെ രക്ഷപ്പെടുത്തിയാൽ ഒരു ജീവനെ ഒരാൾ ജീവിപ്പിച്ചാൽ തന്നെ മാനവകുലത്തെ മുഴുവനും ജീവൻ നൽകിയ പുണ്യമല്ലേ ഒരു മനുഷ്യന് നേടിയെടുക്കുവാനാകുന്നത്.